ഈ രാഹുൽ മാങ്കൂട്ട് മത്സരിക്കാൻ നിന്നതിന് പിന്നാലെ ഈ SDPI ഈ രാഹുലിനായി വോട്ട് പിടിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അതിന് ശരിവെക്കുന്ന രീതിയിലായിരുന്നു അവസാന ഘട്ടം രാഹുൽ വിജയിച്ചതിന് പിന്നാലെ SDPIയുടെ പ്രകടനമെല്ലാം നഗരത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചയാണ് നടക്കുന്നത്. ഈ കോൺഗ്രസിൻ്റെ വിജയം SDPIയുടെ അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ എല്ലാം വോട്ട് വാങ്ങി വിജയിച്ചതായി CPM ആരോപിക്കുന്നു, അതോടൊപ്പം തന്നെ BJP ആരോപിക്കുന്നു. ഇതിലെന്തെങ്കിലും വ്യക്തതയുണ്ടോ? അതിലെന്തെങ്കിലും കൃത്യതയുണ്ടോ? കൃത്യതയുണ്ടല്ലോ, അത് വന്നു കഴിഞ്ഞല്ലോ. രാഹുൽ മാങ്കൂട്ടം എന്താ പറഞ്ഞത്? വർഗീയ ശക്തികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത്. കള്ളൻ എന്ന് പറഞ്ഞാൽ കള്ളന് കഞ്ഞി വെച്ചവൻ, അതാണ് രാഹുൽ മാങ്കൂട്ടം. നല്ല കോൺഗ്രസ് ആകാൻ കഴിയുള്ളൂ. അത് ശരിയാണ്. പാലക്കാട് ഗ്രീൻ ആർമി ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞില്ലേ? രാഹുൽ മാങ്കൂട്ടം SDPI പ്രവർത്തകരുടെ കാല് നക്കാൻ പോയ SDPI നേതാക്കന്മാരുടെ വെൽഫെയർ പാർട്ടിയുടെ ജമാഅത്തയുടെ ഓഫീസിൽ ചെന്ന് നിൽക്കുന്ന ഫോട്ടോസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തൊരു അച്ചടക്കം, എന്തൊരു വിനയം, എന്തൊരു കുലീനത! ആ രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിൽക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത് നാണമുണ്ടോ എന്നുള്ളതാണ്. കാരണം നിങ്ങളൊരു കാര്യം ചെയ്യുന്നു, അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ BJP ഒക്കെ പോയിട്ട് പൂജിക്കണ്ടേ? കാരണം അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ലേ ചെയ്യുള്ളൂ. അവർ പറയുന്നു ഞങ്ങൾ രാമക്ഷേത്രം പണിയും, നിങ്ങൾ വോട്ട് ചെയ്യൂ എന്ന് പറയുന്നു. അത് മാത്രം, അങ്ങനെയുള്ളവർ മാത്രം വോട്ട് ചെയ്താൽ മതി എന്നാണ് BJP പറയുന്നത്. ജനങ്ങൾ വോട്ട് ചെയ്യുന്നു, മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നു, ഇല്ലേ? ഞങ്ങൾ വഖഫ് നിയമ ഭേദഗതി ചെയ്യും, ജനങ്ങൾ വോട്ട് ചെയ്യുന്നു, മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നു, അല്ലേ? വഖഫ് നിയമ കൊണ്ട് കഷ്ടപ്പെടുന്നതിൽ ഒരു വിഭാഗത്തിൻ്റെ, ഒരു സമുദായത്തിൻ്റെ പേര് ഇസ്ലാം എന്നാണ്. അതുകൊണ്ട് അവർക്കിടയിലൊരു എന്താ പറയുക, വലിയ രീതിയിലുള്ളൊരു നവോത്ഥാനം വരണ്ടേ? ഇപ്പം മുത്തലാഖ് ഞങ്ങൾ കൊണ്ടുവരും, നിങ്ങൾ വോട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ മുസ്ലിം സ്ത്രീകൾ വോട്ട് ചെയ്തില്ലേ? അങ്ങനെയാണ്. ഇത് നാണം കെട്ട് നാറി തലയിൽ മുണ്ടുവിട്ട് SDPIയുടെ ഓഫീസിൽ ചെന്ന് കാല് നക്കുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ സത്യം പറഞ്ഞാൽ എന്താ പറയണ്ടേ? മനസ്സിലായില്ലേ? ജനങ്ങൾ ഈ SDPIക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടം വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾ വിചാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിലപാട് നോക്കും. ഉണ്ടയാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഒരു കള്ളനാണ്. ഇതിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് വ്യക്തമായല്ലോ. നേരത്തെ തന്നെ ആരോപണമുണ്ട് ഇയാളൊരു വ്യാജ പ്രസിഡന്റ് ആണെന്നുള്ള കാര്യത്തിൽ. കാരണം രാജ്യദ്രോഹം എന്ന് പറയുന്ന മറ്റേ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേഷനൊക്കെ, ID കാർഡ് ഡ്യൂപ്ലിക്കേഷനൊക്കെ നടത്തിയ ഒരു പുള്ളിയാണെന്നുള്ള ആരോപണം ഏറെ നിൽപ്പുണ്ട്. ആ സാഹചര്യത്തിലാണ് ജനങ്ങൾക്ക് മുമ്പിൽ ഈ വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട എന്ന് രാഹുൽ മാങ്കൂട്ടം പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ശ്രീത്തെ. വർഗീയ ശക്തികൾ എന്നിവർ പറയുന്നത് ശക്തികൾ ഇല്ല, വർഗീയ ശക്തി അതാരാണ്? RSS ആണ്. RSS ഒരു വർഗീയ ശക്തിയാണോ ഇവിടെ? അതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവർ RSSനെ ഒരു വർഗീയ ശക്തിയാക്കി മുൻനിർത്തിയിട്ട് ഇവർ പറയുന്നു വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ടാണ്. ആ ശക്തികൾ, ആ ഒരു അവിടെ കിടക്കുന്നത് കൊണ്ട് ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ഹൈന്ദവർ വിചാരിക്കും ഇത് ഹിന്ദുക്കളുടെ വർഗീയ ശക്തികളും വേണ്ട, മുസ്ലിങ്ങളുടെ വർഗീയ ശക്തികളും വേണ്ട എന്ന് വിചാരിക്കും. എന്നാൽ അങ്ങനെയല്ല അത്. മനസ്സിലായില്ലേ? ഇവിടുത്തെ ഹൈന്ദവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വർഗീയ ശക്തി അത് ഇസ്ലാമിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വോട്ട് ഇവർക്ക് വേണം, അതിനുവേണ്ടി ഇവർ ഏതറ്റം വരെ പോകും. മനസ്സിലല്ലേ? അതേസമയം ഹൈന്ദവർ സംഘടിതരല്ലാത്തത് കൊണ്ടും അവരെ പറ്റിക്കാൻ വളരെ എളുപ്പമായതുകൊണ്ടും എന്തെങ്കിലുമൊക്കെ ഗിമിക്സ് കാണിച്ച് അവർക്കിടയിൽ പിടിച്ചിരിക്കാനായിട്ട് സാധിക്കും. എങ്ങനെയെങ്കിലുമൊക്കെ അവർ വോട്ട് ചെയ്തോളും. ഇപ്പം മുട്ടിലിഴയുന്നവനും കരണക്കുറ്റിക്ക് അടി കൊള്ളുന്നവനും പിന്നെ തനിക്ക് ദ്രോഹം ചെയ്ത ഹൈന്ദവരുടെ എല്ലാ വോട്ടുകളും ഹൈന്ദവരെ ഇവർക്ക് തന്നെ കൊടുക്കും. ഒരു പ്രശ്നവുമില്ല അത്. മനസ്സിലല്ലേ? അതേസമയം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരങ്ങനെ തരില്ലത്. അവരത് തരണമെങ്കിൽ അവരുടെ അജണ്ടകൾ കൃത്യമായിട്ട് നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പുള്ള ഒരാൾ അവിടെ വന്ന് വോട്ട് ചോദിച്ചാൽ മാത്രമേ അവർ കൊടുക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഹൈന്ദവർ പെട്ടെന്ന് മറക്കും. ഒരു തെരഞ്ഞെടുപ്പ് ചെയ്യുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അത് കാര്യങ്ങൾ പൂർണ്ണമായി മറക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഓർമ്മിച്ച് വെച്ച് പണി കൊടുക്കുന്ന ഒരു സമുദായമാണ് ഈ ഇസ്ലാം. അതെ, അത് മുഴുവൻ ആൾക്കാരെ പറയാം പൊളിറ്റിക്കൽ ഇസ്ലാം. അത് വളരെ ക്ലിയർ ആണ് അവിടെ. അപ്പോൾ ഈ വർഗീയ ശക്തി എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് RSS ആണ്. യഥാർത്ഥത്തിലുള്ള വർഗീയ ശക്തി ആരാണ്? ഇസ്ലാമിക രാജ്യം കൊണ്ടുവരുമെന്ന് പറയുന്നവരാണ്. രാമരാജ്യം കൊണ്ടുവരുമെന്ന് RSS പറയുന്നല്ലോ. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടില്ല രാമരാജ്യം. അപ്പോൾ ഇവർക്ക് ഗ്യാസ് പോയി. അപ്പോൾ ഇവരെന്താ പറഞ്ഞാൽ അത് മഹാത്മാഗാന്ധി പറഞ്ഞ രാമരാജ്യം വേറെ, RSS പറയുന്ന രാമരാജ്യം വേറെ. സനാതന ഹിന്ദു ആക്കാണ്. ഗാന്ധിജിയുടെ സനാതന ഹിന്ദു ധർമ്മത്തിലേക്ക്. ഗാന്ധിജിയുടെ സനാതനം വേറെ, ഞങ്ങളുടെ സനാതനം വേറെ. സനാതനം എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നേ ഉള്ളൂ. ഇവർ പറയുന്നല്ലോ ഹിന്ദു വേറെ ഹിന്ദുത്വ വേറെ. RSS ഹിന്ദുത്വമാണ്, ഞങ്ങളൊക്കെ ഹിന്ദുക്കളാണ്.
അതിപ്പോൾ മനുഷ്യൻ വേറെ മനുഷ്യത്വം വേറെ എന്ന് പറയുന്നത് പോലെയാണ്. ഞാനൊരു മനുഷ്യനാണ്, മനുഷ്യത്വം എന്നിലുണ്ടാവേണ്ട അന്തർലീനമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുപോലെ ഹിന്ദുവിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഹിന്ദുത്വം. അത് വ്യത്യസ്തമൊന്നുമല്ല. ജനങ്ങളെ, അത് ഇവിടുത്തെ മണ്ടന്മാരായ ഹിന്ദുക്കളെ പറഞ്ഞു പറ്റിക്കാനായിട്ട് ഇവർ നിരന്തരം ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ അതാ SDPIയുടെ ഓഫീസിൽ ചെന്ന് കയ്യും കെട്ടി സുഖമായിട്ട് അവിടെ ഇരുന്ന് രാഹുൽ മാങ്കൂട്ടൻ ചർച്ച ചെയ്യുന്ന ചിത്രങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടൻ കൃത്യമായിട്ട് വലിയ നെഞ്ചും പിരിച്ച് പറഞ്ഞു വോട്ട് വേണ്ടാന്ന്. ഇത് ഷാഫി പറമ്പിൽ എന്ത് പറയുന്നു? ഇപ്പോൾ ഷാഫി പറമ്പിൽ പറഞ്ഞു ഞങ്ങൾ ഇപ്പോഴും പറയുന്നു വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ടത്. അപ്പം നിങ്ങൾ അവിടെ SDPIയുടെ കൂടെ ചർച്ച നടത്താനായിട്ട് അവിടെ ഓഫീസിൽ പോയി കാല് നക്കിയതോ? മറുപടിയില്ല. വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട, ഞങ്ങൾ SDPI വർഗീയ ശക്തിയായിട്ട് ഞങ്ങൾ കൂട്ടിയിട്ടില്ലല്ലോ. ഇലക്ഷൻ സമയത്ത് ഇത്തരം പ്രതികരണമായിരുന്നു. അന്ന് പല മാധ്യമങ്ങൾ പ്രവർത്തകരും ചോദിക്കും SDPIയുടെ വോട്ട് താങ്കൾ. അപ്പോൾ ഒഴിഞ്ഞു മാറി ഉരുണ്ട് കളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതായത് SDPI വർഗീയ ശക്തിയല്ലല്ലോ. PFI വർഗീയ ശക്തിയാണോ? ജമാഅത്തെ വർഗീയ ശക്തിയാണോ? അവർ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെയൊക്കെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു, ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നു. അവിടെ അപ്പോഴതോ അത് വേറെ ജമാഅത്തെ, മനസ്സിലായില്ലേ? ഇത് വേറെ ജമാഅത്തെ. ഈ ജമാഅത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദാവൂദിൻ്റെ ജമാഅത്തെ, ഔട്ട് ഓഫ് ഫോക്കസിൽ അടുപ്പ് കൂട്ട് ചർച്ചയിൽ നടത്തുന്ന മതേതര ജമാഅത്തെ, അത് വേറെ ജമാഅത്തെ എന്നാണ് പറയുന്നത്. അല്ല, ഇതൊക്കെ ഇവിടെയുള്ള ആൾക്കാർ ഇതൊക്കെ പൊളിച്ചടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇവരുടെയൊക്കെ ഇരട്ടത്താപ്പ് ഇവരെന്താണ് മനസ്സിലാക്കാത്തത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. ഒരു മുദ്രാവാക്യമുണ്ടല്ലോ, അരിയും മലരും. അതെ, ആ ടീം. അത് ആ ടീം പോപ്പുലർ ഫ്രണ്ടാണ്. അത് നിരോധിച്ചു. അല്ല, പോപ്പുലർ ഫ്രണ്ടിന്റെ പൊളിറ്റിക്കൽ സംഘടനയാണ് SDPI എന്ന് പറയുന്നത്. ഇവര് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവരുടെ എല്ലാ ലോകമെമ്പാട് ശ്രദ്ധിച്ചാൽ ശ്രീജിത്തിന് മനസ്സിലാക്കുന്ന ഒരു കാര്യമുള്ളൂ. ഇവർക്ക് ശക്തിയില്ലാത്ത, ഇവർ ഇരവാദം ഉന്നയിക്കുന്ന, മനസ്സിലായില്ലേ? ഇരവാദം, പൊളിറ്റിക്കൽ ഇസ്ലാം ഇരവാദം ഉന്നയിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം, രാജ്യങ്ങളിലെല്ലാം ഇവർ ഒരു പാർട്ടി തുടങ്ങിയാൽ ആ പാർട്ടിയിൽ 100% ഡെമോക്രസി എന്ന് പറഞ്ഞ വാക്ക് കാണും. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. അങ്ങനെ ഇവിടെ വേറെ വെൽഫെയർ പാർട്ടി, അതുപോലെ ഒരു ഡെമോക്രാറ്റിക് സംഭവം ഇതിനകത്ത് കാണും. അതേസമയം ഇവർ ഭൂരിപക്ഷമായെന്ന് വെച്ചോ, ഈ ഡെമോക്രാറ്റിക് പതുക്കെ അങ്ങ് മാറും. മനസ്സിലല്ലേ? ഇസ്ലാമിക് റിപ്പബ്ലിക് അങ്ങനെ ഒരു സാധനം കൊണ്ടുവരും. എങ്ങനെയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്? നമ്മുടെ സ്വാതന്ത്ര്യ സമരം ചരിത്രം പോലും എടുത്ത് പരിശോധിച്ചു. പാകിസ്ഥാൻ ഇവിടെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം നടത്തുമ്പോൾ ഇവർ എന്തോ ആയിരുന്നു? ബ്രിട്ടീഷുകാർക്കെതിരെ പോരടിച്ചില്ലേ? ബ്രിട്ടീഷുകാർക്കെതിരെ ആര് പോരടിച്ചെന്ന് അത് വേറൊരു കാര്യമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരടിക്കാനുള്ള കാര്യം എന്താ? ഇവർ അതുവരെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പോഴാണ് മറ്റേ തുർക്കിയിലെ യവന്മാരെ തലതൊട്ടപ്പനായിട്ടുള്ള ഒരു എരപ്പാളിയെ ഖലീഫ അവനെ അവിടെ നിന്ന് താഴെ ഇറക്കിയെന്ന് ഇവർ വാർത്ത കേൾക്കുന്നത്. അത് ബ്രിട്ടനാണ് ഇറക്കിയത്. അങ്ങനെ ശരിയല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കെതിരെ ഞങ്ങളുണ്ട് പോരാട്ടത്തിന് എന്ന് പറഞ്ഞാണ് ഉമ്മാര് സത്യം പറഞ്ഞാൽ ബ്രിട്ടനെതിരെ ഇവിടെ പോരടിക്കാനായിട്ട് വന്നത് തന്നെ. അതൊക്കെ ചരിത്രമാണ്. അന്നും പണി വാങ്ങിയത് ഹൈന്ദവരായിരുന്നല്ലോ. അതെ, അതൊക്കെ ചരിത്രമാണ്. അതൊക്കെ വലിയ ചരിത്രമാണ്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാണം കിട്ടുപോകും. മനസ്സിലായില്ലേ? എന്നിട്ട് ഇവരെന്താ ചെയ്തത്? മുറിച്ചില്ലേ? ഇന്ത്യയും പാകിസ്ഥാനെ രണ്ടാക്കി മുറിച്ചില്ലേ? എന്നിട്ട് ഇസ്ലാമിക റിപ്പബ്ലിക് ആക്കിയോ പാകിസ്ഥാൻ? അന്ന് മുതൽ ഇന്ന് വരെ അത് തന്നെയാണ് വരാൻ. അങ്ങനെയുള്ള ടീമിൻ്റെ കാല് നിൽക്കാനാണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ പോയി. അപ്പം ഇയാൾക്കൊക്കെ എന്തിടും? ഞാൻ പറയട്ടെ, അധികാരം മാത്രമേ ഉള്ളൂ. ഒരു MLA സീറ്റ് ഏത് ചുളിവിന് ഒപ്പിച്ചെടുക്കണം. 2 വർഷം കഴിയുമ്പോൾ MLA പെൻഷൻ കിട്ടും. മനസ്സിലായില്ലേ? സുഖം. ഇനി നല്ലൊരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു പെൺകുട്ടിയെ, മുന്തിയനെ ഒരു പെൺകുട്ടിയെ നോക്കി വിവാഹം കഴിക്കണം. ഈ രാഹുൽ മാങ്കൂട്ടൻ ചിന്താ ജെറോമിനെയൊക്കെ മറ്റേ പ്രപ്പോസ് ചെയ്തിരുന്നു. ചിന്താ ജെറോം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ. എന്നെയൊക്കെ ഒന്ന് പ്രപ്പോസ് ചെയ്യാൻ നോക്കിയതാ. ചിന്താ ജെറോം നല്ല കമ്മ്യൂണിസ്റ്റ് ഇതിൽ വരുന്നതാണ്. ചിന്താ ജെറോമിൻ്റെ രാഷ്ട്രീയ ഒരു MA ബേബിയാണ്. എങ്ങനെ പോയാലും ചിന്താ ജെറോം നാളെ ഒരു മേയറോ MLA അല്ലെങ്കിൽ MP എന്തെങ്കിലുമൊക്കെയാണ്. ജീവിതം സേഫായില്ലേ? ആയില്ലേ? ജീവിതം സേഫായില്ലേ? അത് സുഖം, സ്വസ്ഥമായിട്ട് ജീവിതം സേഫായില്ലേ? അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെ ഒരു 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 കളികളെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അവരെ പാടാം. ഇപ്പം തന്നെ നമ്മുടെ സച്ചിൻ ദേവ് MLA ആര്യ രാജേന്ദ്രൻ മേയറായപ്പോൾ ഉടനെ തന്നെ അവർ വിവാഹം കഴിച്ച് ജീവിതം അങ്ങ് സേഫാക്കി. ജനങ്ങളുടെ ജീവിതവും ജോയി ആണെങ്കിൽ തോട്ടിൽ ഒലിച്ചു കിടക്കുകയാണ്. ജോയി എന്ന് പറയുന്നത് അറിയാലോ, ഒലിച്ചു കിടക്കണം. അത് ഞങ്ങളുടെ കുറ്റമല്ല, അതൊക്കെ റെയിൽവേയുടെ കുറ്റമാണ്. ഞങ്ങളുടെ തോട്ടിലാണ് കിട്ടിയത്. ആമഴഞ്ചാൻ തോട്ടിൽ നിന്ന്. പക്ഷേ അവിടെ കൂടെ ഒഴുകുന്ന മറ്റേ 100 മീറ്ററോ 14 സെൻറ്റിമീറ്റർ, അതായത് തോട്ടിൻ്റെ അടിയിൽ കൂടെയാണ് പുള്ളി പോയത്. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞ്. അതായത് ഇവിടെ അണികളുടെയൊക്കെ ജീവിതമാണ് കഷ്ടപ്പാട്. ഇവരെ പോലുള്ള ആൾക്കാരുടെ ജീവിതമൊക്കെ സേഫാണ്. അല്ലെങ്കിൽ റീത്ത് എഴുതി വെച്ചോ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജീവിതം സേഫാണ്. ഇനി മനസ്സിലായില്ലേ? നാളെ വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടം BJPയിലും വരും. ഞാൻ എഴുതിത്തരാം. ഇപ്പം പറയുമ്പോൾ അയാൾ മറ്റേ വലിയ രീതിയിൽ ബഹളം വയ്ക്കും. BJPയോ ഞാനോ അങ്ങനെയാണോ എങ്ങനെയാണോ?
ഇവിടെ എന്തുകൊണ്ടാണ് ബി ജെ പിയിലോട്ട് കോൺഗ്രസ്സുകാർ വരാത്തത്? എന്തുകൊണ്ടാണ് അധികാരമില്ലാത്ത അധികാരമില്ലാത്തതുകൊണ്ടൊന്നുമല്ല. ഒരു എം എൽ എ സീറ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് ബി ജെ പി നിലനിർത്തി കാണിച്ചു നോക്കും, ഒഴുകും, കോൺഗ്രസിൽ നിന്ന് ഒഴുകും. ഞാൻ എഴുതിത്തരാം, മനസ്സിലല്ലേ? അപ്പം ഇവർ പറയും അങ്ങനെയല്ല ഇങ്ങനെയല്ല മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറയും. ഒരു മങ്ങയില്ല. അപ്പോൾ കൃത്യമായിട്ട് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം ഒരു കള്ള നാണയമാണ്. നിങ്ങൾ പറഞ്ഞോ വർഗീയ ശക്തികൾ ഞങ്ങൾ SDPയുടെ വോട്ട് നേടും, അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഇപ്പോൾ പ്രശ്നം സംഭവിക്കാൻ പോകുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ പാലക്കാട് എത്തുമ്പോൾ കുറി തൊട്ട് രാഹുലും സരിനും കൃഷ്ണകുമാറും എല്ലാം കുറി തൊട്ടാണ് വരുന്നത്. കുറി തൊട്ട് അമ്മേ നാരായണ ദേവി നാരായണ, എന്നിട്ട് രാത്രിയാവുമ്പോൾ കുറി മാറ്റി SDPയുടെ ഓഫീസിൽ ചെന്നിരിക്കും. എന്തുവാടേ ഇതൊക്കെ? എനിക്ക് മനസ്സിലാവുന്നില്ല.